എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം മറന്നുകൊണ്ട് സന്തോഷത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ നല്ല നക്ഷത്രജാതകർക്ക് ലഭിക്കുന്നുണ്ട്. നല്ല നക്ഷത്രജാതകർ എന്നെടുത്തു പറയുന്നത് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ്. ബാക്കിയുള്ള നക്ഷത്രക്കാർക്ക് മോശം സമയം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്ന നക്ഷത്രജാതകർ, അവരെക്കുറിച്ചാണ് ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഭാഗ്യശാലികളിൽ ഒന്നാമത് നിൽക്കുന്ന മകം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഒന്ന് നോക്കാം. ഇനി ഈ നക്ഷത്ര ജാതകർ ദുഃഖിക്കേണ്ടി വരില്ല. കാത്തിരിക്കുന്നത് വലിയ ഭാഗ്യങ്ങൾ തന്നെയാണ്. പലവിധ ആപത്തുകളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകും. കാരണം 9-ൽ ആദിത്യനും ബുധനും വളരെ അനുഗ്രഹം ചൊരിയുന്നുണ്ട്. കോപം വരുമ്പോൾ ശരവാക്കുകൾ പറയുമെങ്കിലും ഈ നക്ഷത്ര ജാതകർ പിന്നീട് ശാന്തനാകുന്നൊരു പ്രകൃതക്കാർ തന്നെയാണ്. പൊതുവെ സുഖ അനുഭവങ്ങൾ ഇവർക്ക് ലഭിച്ചു തുടങ്ങും. കർമ്മമണ്ഡലം മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്നവർ കൂടുതൽ മുതൽ മുടക്ക് നടത്താതിരിക്കുക. നാൽക്കാലി വളർത്തുന്നവർക്കും നാൽക്കാലി കച്ചവടക്കാർക്കും നല്ല സമയമാണ്. പാലിനും പാൽ ഉൽപ്പന്നങ്ങൾക്കും നല്ല കച്ചവടം കിട്ടും. ആഭരണ കച്ചവടക്കാർക്കും അലങ്കാര സാധനങ്ങൾ വിൽക്കുന്നവർക്കും നല്ല കാലമാണ്. വാദബന്ധിയായ അസുഖങ്ങൾക്ക് യുക്തമായ ചികിത്സ ചെയ്യണം. പലവിധ ദുഃഖ അനുഭവങ്ങളും വിട്ടൊഴിയും. ബന്ധനാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കും. അപമാനത്തിൽ നിന്ന് മുക്തി നേടും. പുതിയ തൊഴിലിനായി ശ്രമിക്കുന്നവർ ഫലം കാണും. വിദേശത്ത് ജോലിയുള്ളവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. പുനർവിവാഹത്തിനായി ശ്രമിക്കുന്നവർക്കും കമിതാക്കൾക്കും വിവാഹത്തിനായിട്ട് ശ്രമിച്ചാൽ സാഹചര്യം അനുകൂലമാണ്. മക്കളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാനും ശ്രദ്ധിക്കണം. ഈ നക്ഷത്രജാതകർ ദോഷശാന്തിക്ക് ശിവന് ധാര കഴിക്കുകയും ഭഗവതിക്ക് ഐക്യമന്ത്ര പുഷ്പാഞ്ജലി കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി അത്തം നക്ഷത്രജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം. കിട്ടാനുള്ള വലിയ തുക കാലതാമസം കൂടാതെ കൈവശം വരുന്നത് ഏറെ ഗുണം ചെയ്യും. ഇവർക്ക് രാഹു 9-ലും ശുക്രനും 10-ൽ കുജനും നിൽക്കുന്നത് കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെടില്ല. മോശം കൂട്ടുകെട്ടിൽപ്പെട്ട് പോലീസ് കേസുകളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ഒന്ന് ശ്രമിക്കണം. പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കിട്ടും. അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും. വലിയ ലാഭം ഇതിൽ പ്രതീക്ഷിക്കാം. കെമിക്കലുകൾ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഈ സമയത്ത് കാണുന്നുണ്ട്. ഈ നക്ഷത്രജാതകർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കണം. ഇനി വിശാഖം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. 6-ൽ വ്യാഴം, 7-ൽ ആദിത്യൻ, ബുധൻ, രാഹു, അഷ്ടമത്തിൽ ശുക്രൻ. വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഗ്രഹനില തന്നെയാണ് വിശാഖം നക്ഷത്ര ജാതകർക്ക്. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന
ഉദരവ്യാധിയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കും. ഓപ്പറേഷൻ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് എപ്പോഴും സന്തോഷം നിറഞ്ഞൊരു ഭാവം ഇവർക്ക് ഉണ്ടാകും. ഒരു ലക്ഷ്യവുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടന്നവർക്കൊരു തൊഴിൽ സാധ്യത ഈ സമയത്ത് കാണുന്നുണ്ട്. ഉൾഭയം മനസ്സിൽ നിന്ന് വിട്ടുപോകും. ധനനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. എല്ലാറ്റിനോടും എപ്പോഴും നല്ല അനുകൂലമായിട്ടുള്ളൊരു ഭാവമായിരിക്കും ഈ സമയത്ത് ഇവർക്കുണ്ടാകുക. സുഖസൗകര്യങ്ങൾ ഉണ്ടാകും. അത് അനുഭവിക്കാൻ യോഗവും ഉണ്ടാകും. ഗൃഹ ഉപകരണങ്ങൾ മാറ്റിവാങ്ങാൻ സാധിക്കും. സന്താനങ്ങളുമായിട്ട് അകന്നു കഴിയേണ്ടതായിട്ട് വരും. വ്യവഹാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിൽ പെരുമാറാനും സംസാരിക്കാനും ശ്രമിക്കണം. മനസ്സിൻ്റെ അസ്വസ്ഥത കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ മാറിവരും. ഷെയർ മാർക്കറ്റിംഗ്, കൂട്ടുകച്ചവടങ്ങൾ ഇവയിൽ ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം. കമിതാക്കളുടെ ആഗ്രഹം സഫലമാകും. അപവാദങ്ങൾ ഒഴിഞ്ഞു പോകും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവർ കുറച്ച് ദോഷപരിഹാര ക്രിയകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് നല്ല കാര്യങ്ങൾ കൂടുതൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് തൃക്കേട്ട നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ആലോചനയിൽ ഉള്ള വിവാഹങ്ങൾ നടക്കാനും സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കാൻ എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. വിവാഹിതർക്ക് അവരുടെ ദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കാനാകും. പലവിധ ദുഃഖ അനുഭവങ്ങളും വിട്ടൊഴിയും. വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ലഭ്യമാകും. വ്രണങ്ങൾ, രക്തസംബന്ധിയായ അസുഖങ്ങൾ, അമിത രക്തസ്രാവം, അൾസർ തുടങ്ങിയവയ്ക്ക് യുക്തമായ ചികിത്സകൾ വേണം. കഫക്കെട്ട് മൂലമുള്ള തലവേദന കുറഞ്ഞു തുടങ്ങും. ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടയുണ്ട്. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ജീവിത വിജയത്തിനായി പല പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ സാധിക്കും. പലവിധ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. വീടുകൾ പുതുക്കി പണിയാം. സന്താനങ്ങൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥനയും ചികിത്സയും ഫലവത്താകും. ഭാര്യ ഭർതൃഗൃഹത്തിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. മനസ്സിലെ കലഹവാസന ഒഴിഞ്ഞു തുടങ്ങും. തർക്കവിഷയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ വാക്കുതർക്കങ്ങളിൽ പെടാതിരിക്കുക. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. ഇവർ ദോഷശാന്തിക്ക് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഉത്രാടം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് പറയേണ്ടത്. 3-ൽ ശനി, 4-ൽ വ്യാഴം, 5-ൽ ആദിത്യൻ, ബുധൻ, രാഹു, 6-ൽ ശുക്രൻ, 7-ൽ കുജൻ, 11-ൽ കേതു. ഇതാണ് ഇവരുടെ ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ഉത്രാടം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഈ സമയങ്ങളിൽ നടക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. പൊതുവെ ഇവർക്ക് ശുഭകരമായ കാലം തന്നെയാണ്. ഈ നക്ഷത്രക്കാർ ഇനി ദുഃഖിക്കേണ്ടി വരില്ല. വരുന്നതെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് വമ്പൻ ഭാഗ്യങ്ങൾ തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വരും ദിവസങ്ങളിൽ പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പൊതുപ്രവർത്തകർ പണത്തെ സംബന്ധിച്ച് ഉള്ള അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. ദാമ്പത്യ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെട്ടാൽ അത് പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ശത്രുക്കളിൽ നിന്നുള്ള ദുഃഖ അനുഭവങ്ങൾ മാറിത്തുടങ്ങും. കാര്യതടസ്സങ്ങളും വിട്ടൊഴിയും. ഉദരരോഗം, നേത്രരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, ഗർഭപാത്രബന്ധിയായവ തുടങ്ങിയവയെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താനങ്ങളോടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. മനസ്സുഖം ലഭിക്കുകയും ചെയ്യും. നാൽക്കാലികളെ വാങ്ങാൻ നല്ല സമയമാണ്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഉപദ്രവം മൂലം വിഷബാധ ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വരാനിരിക്കുന്നത് നല്ല ദിവസങ്ങളാണ്. പരീക്ഷാഫലം വരുമ്പോൾ ഏറെ സന്തോഷം നിറഞ്ഞൊരു സാഹചര്യം ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട്. കലാ സാംസ്കാരിക രംഗത്തുള്ളവർക്ക് നല്ല കാലമാണ്.
നാൽക്കാലികളെ വാങ്ങാനും മറിച്ചു വിൽക്കാനും സാധിക്കും. വ്യവഹാര കാര്യങ്ങളിൽ അലംഭാവം കാണിക്കരുത്. ധനവിഷയങ്ങളിൽ മധ്യസ്ഥതയോടെ ജാമ്യം നിൽക്കരുത്. ഈ നക്ഷത്രജാതകർ ദോഷശാന്തിക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.